എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. ജൂൺ 4-ാം തീയതി കുട്ടിമാഷിന്റെ സ്വന്തം കുട്ടികൾക്കായി ഓൺലൈൻ പരിസ്ഥിതി ദിന ക്വിസ് മത്സരം നടത്തുന്നു. വിജയികൾക്ക് ധാരാളം സമ്മാനങ്ങളുമുണ്ട്. ഈ ചാനലിൽ ഇട്ടിട്ടുള്ള പരിസ്ഥിതി ദിന ക്വിസ് വീഡിയോകളിൽ നിന്നു തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ തൊട്ടു താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഉത്തരം യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, അമേരിക്ക. രണ്ടാമത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണ നിയമം ഏത് വർഷമാണ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്? ഉത്തരം 1986. മൂന്നാമത്തെ ചോദ്യം, ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിന്റെ ആസ്ഥാനം എവിടെയാണ്? ആംസ്റ്റർഡാം, അത് നെതർലാൻഡ്സ് എന്ന രാജ്യത്തിലാണ്. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത്? ഉത്തരം ഇടുക്കി. അഞ്ചാമത്തെ ചോദ്യം, വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷികൾ ജീവിച്ചിരുന്നത് ഏത് പ്രദേശത്തായിരുന്നു? ഉത്തരം മൗറീഷ്യസ് ദ്വീപുകൾ. ആറാമത്തെ ചോദ്യം, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദേശീയ ഉദ്യാനം ഏത്? കാസിരംഗ, അത് ആസാം എന്ന സംസ്ഥാനത്താണ്. ഏഴാമത്തെ ചോദ്യം, പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഉത്തരം 6. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഉത്തരം ആർ മിശ്ര. ഒൻപതാമത്തെ ചോദ്യം, ഗ്രീൻ പീസ് പ്രസ്ഥാനം രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? ഉത്തരം കാനഡയിൽ. പത്താമത്തെ ചോദ്യം, വർഷം തോറും ജൂലൈ മാസത്തിൽ ആചരിക്കുന്ന ദേശീയ വനമഹോത്സവത്തിന്റെ ഉപജ്ഞാതാവ് ആര്? KM മുൻഷി. 11ാമത്തെ ചോദ്യം, കേരള വനം വന്യജീവി വകുപ്പ് ഏർപ്പെടുത്തിയ വനമിത്ര പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി ആര്? കല്ലേൻ പൊക്കുടൻ. 12ാമത്തെ ചോദ്യം, ഇന്ദുചൂടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളീയനായ പക്ഷി നിരീക്ഷകൻ ആരാണ്? KK നീലകണ്ഠൻ. 13ാമത്തെ ചോദ്യം, ചാൾസ് ഡാർവിന്റെ പഠനങ്ങളിലൂടെ പ്രശസ്തമായ ദ്വീപ് ഏത്? ഗാലപ്പഗോസ് ദ്വീപുകൾ. 14ാമത്തെ ചോദ്യം, വായു മലിനീകരണം ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്ന ജപ്പാനിലെ നഗരം ഏത്? ടോക്കിയോ. 15ാമത്തെ ചോദ്യം, CPCPയുടെ പൂർണ്ണ രൂപം എന്ത്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. 16ാമത്തെ ചോദ്യം, 90% ഭൂപ്രദേശം വനഭൂമിയായ ഇന്ത്യയിലെ പ്രദേശം ഏത്? ആൻഡമാൻ നിക്കോബാർ. 17ാമത്തെ ചോദ്യം, എന്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത്? പെട്രോളിയത്തിൽ നിന്ന്. 18ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇറ്റലിയിലെ നദി ഏത്? പോ നദി. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരേയൊരു വാലില്ലാ കുരങ്ങു വർഗം ഏത്? ബബൂൺ. 20ാമത്തെ ചോദ്യം, ഏത് പരിസ്ഥിതി പ്രവർത്തകന്റെ കൃതിയാണ് ദി ഡ്രങ്കൺ ഫോറസ്റ്റ്? ജെറാഡ് ഡ്യൂറൽ. 21ാമത്തെ ചോദ്യം, കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏത്? ചെന്തുരുണി വന്യജീവി സങ്കേതം. 22ാമത്തെ ചോദ്യം, ആനകളുടെ സംരക്ഷണത്തിന് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്ത്? പ്രൊജക്ട് എലിഫന്റ്. 23ാമത്തെ ചോദ്യം, ഭോപ്പാൽ വാതക ദുരന്തത്തിന് കാരണമായ വാതകം ഏത്? മീഥൈൽ ഐസോസയനേറ്റ്. 24ാമത്തെ ചോദ്യം, ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതക ചോർച്ച ഏത് അമേരിക്കൻ കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. 25ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വാതക ദുരന്തം ഉണ്ടായത്? 1984 ഡിസംബർ 2. 26ാമത്തെ ചോദ്യം, എന്താണ് സിൽവി കൾച്ചർ? ഉത്തരം വനവൽക്കരണം. 27ാമത്തെ ചോദ്യം, ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് നേടിയ കേരള സർക്കാർ പദ്ധതി ഏത്? എന്റെ മരം പദ്ധതി. 28ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാർ. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ്? ഉത്തരം തെന്മല. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്. 31ാമത്തെ ചോദ്യം, 2012 ഫുക്കുവോക്കോ പുരസ്കാരം ലഭിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? ഉത്തരം ഡോക്ടർ വന്ദന ശിവ. 32ാമത്തെ ചോദ്യം,
ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട ദേശീയ ഉദ്യാനം ഏത്? ഹെയ്ലി ദേശീയ ഉദ്യാനം. 33ാമത് ചോദ്യം, ഹെയ്ലി ദേശീയ ഉദ്യാനത്തിന്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. 34ാമത് ചോദ്യം, ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനവർഷമായി ആഘോഷിക്കുവാൻ തിരഞ്ഞെടുത്ത വർഷം ഏത്? 2011. 35ാമത് ചോദ്യം, ഭൂമിയിലെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ആമസോൺ. 36ാമത് ചോദ്യം, ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ്? ഉത്തരം ടാൻസാനിയ. 37ാമത് ചോദ്യം, പ്രകൃതിയുടെ തോട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പക്ഷി ഏത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഉത്തരം കാക്ക. 38ാമത് ചോദ്യം, ലോകത്തെ ഏറ്റവും മലിനമായ നഗരം ഏത്? മെക്സിക്കോ സിറ്റി. 39ാമത് ചോദ്യം, പെട്രോളിന്റെ പുക മാരകമായ അണുപ്രസരണത്തിന് ഇടയാക്കും എന്ന് കണ്ടെത്തിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഡോക്ടർ ഡെന്നീസ് ഹെൻഷോ. 40ാമത് ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 41ാമത് ചോദ്യം, ദി സ്റ്റോൺ ഹാർവസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഡോക്ടർ വന്ദന ശിവ. 42ാമത് ചോദ്യം, കടുവ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ 1973 നടപ്പിലാക്കിയ പദ്ധതി ഏത്? പ്രൊജക്ട് ടൈഗർ. 43ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സംരക്ഷിത ജൈവ മേഖല ഏത്? നീലഗിരി. 44ാമത് ചോദ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രാജ്യം ഏത്? ഗിനിയ. അത് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ്. 45ാമത്തെ ചോദ്യം, അന്തരീക്ഷ മലിനീകരണത്തിന്റെ ദൂഷ്യഫലം അനുഭവിക്കുന്ന ഇന്ത്യയിലെ പ്രശസ്ത സ്മാരകം ഏത്? താജ്മഹൽ. 46ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏത്? ഡയോക്സിൻ. 47ാമത്തെ ചോദ്യം, കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എവിടെയാണ്? വെള്ളയമ്പലം. 48ാമത്തെ ചോദ്യം, മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി. 49ാമത് ചോദ്യം, ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. 50ാമത് ചോദ്യം, എന്നാണ് ഓസോൺ ദിനം? സെപ്റ്റംബർ 16. 51ാമത് ചോദ്യം, ഇന്ത്യയിലെ ഏക മയിൽ സങ്കേതം എവിടെയാണ്? ചൂളന്നൂർ. 52ാമത് ചോദ്യം, ലോകത്തെ ഏറ്റവും പുരാതനമായ തേക്കിൻ തോട്ടം എവിടെയാണ്? ഉത്തരം നിലമ്പൂർ. 53ാമത്തെ ചോദ്യം, എൻഡോസൾഫാൻ ദുരിതങ്ങൾ കൂടുതലായി അനുഭവിച്ച കേരളത്തിലെ ജില്ല ഏത്? കാസർഗോഡ്. 54ാമത്തെ ചോദ്യം, കേരളത്തിലെ പക്ഷികൾ എന്ന വിഖ്യാത പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം കെ ഇന്ദുചൂടൻ. 55ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1972. 56ാമത്തെ ചോദ്യം, കുന്തിപ്പുഴ കേരളത്തിലെ ഏത് ദേശീയ ഉദ്യാനത്തിലൂടെയാണ് ഒഴുകുന്നത്? സൈലന്റ് വാലി. 57ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത്? ഇരവികുളം നാഷണൽ പാർക്ക്. 58ാമത്തെ ചോദ്യം, മഴവെള്ളം സംഭരിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി ഏത്? വർഷ. 59ാമത്തെ ചോദ്യം, നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ബുക്കർ പുരസ്കാര ജേതാവ് ആരാണ്? അരുന്ധതി റോയ്. 60ാമത്തെ ചോദ്യം, റേച്ചൽ കാഴ്സൺ എഴുതിയ പുസ്തകമായ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗിൽ പ്രധാന വിഷയമായി വരുന്ന കീടനാശിനി ഏത്? ഉത്തരം DDT. 61ാമത് ചോദ്യം, റിസർവ് വനങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല ഏത്? പത്തനംതിട്ട. 62ാമത്തെ ചോദ്യം, എൻഡോസൾഫാൻ നിരോധിച്ച ആദ്യത്തെ രാജ്യം ഏത്? ഉത്തരം ഫിലിപ്പൈൻസ്. 63ാമത്തെ ചോദ്യം, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് നിലവിൽ വന്നത് ഏത് രാജ്യത്താണ്? കെനിയ. 1977 കെനിയയിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് നിലവിൽ വന്നത്. 64ാമത്തെ ചോദ്യം, എന്നാണ് അന്താരാഷ്ട്ര ജന്തുദിനം? ഉത്തരം ഒക്ടോബർ 3. 65ാമത്തെ ചോദ്യം, കേരളത്തിലെ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? അരിപ്പ. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. 66ാമത്തെ ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? PG. ഈ സ്ഥലം തൃശൂർ ജില്ലയിലാണ്. 67ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത്? പാമ്പാടുംചോല. ഇത് മറയൂർ എന്ന സ്ഥലത്താണ്. 68ാമത്തെ ചോദ്യം, ഗോൾഡ്മാൻ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക ആരാണ്?
ഉത്തരം മേധാ പട്കർ. 69ാമത്തെ ചോദ്യം, ഗംഗാ നദിയെ മാലിന്യ വിമുക്തമാക്കാൻ 1956 ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഗംഗ ആക്ഷൻ പ്ലാൻ. 70ാമത്തെ ചോദ്യം, കേരളത്തിൽ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏത്? ഉത്തരം വിഴിഞ്ഞം. 71ാമത്തെ ചോദ്യം, ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1973. 72ാമത്തെ ചോദ്യം, ലോകത്ത് ആകെ 563 ബയോസ്ഫിയർ റിസർവുകൾ ആണ് ഉള്ളത്. ഇന്ത്യയിൽ ആകെ എത്ര എണ്ണമുണ്ട്? ഉത്തരം 17. 73ാമത്തെ ചോദ്യം, എന്നാണ് ലോക കൊതുക് ദിനം? ആഗസ്റ്റ് 20. 74ാമത്തെ ചോദ്യം, വാഹനത്തിൽ നിന്ന് വരുന്ന പുകയിലെ ഏറ്റവും മാരകമായ നിറമോ മണമോ ഇല്ലാത്ത വസ്തു ഏത്? ഉത്തരം കാർബൺ മോണോക്സൈഡ്. 75ാമത്തെ ചോദ്യം, എത്ര ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദമാണ് മനുഷ്യർക്ക് ഹാനികരം? ഉത്തരം 85 ഡെസിബൽ. 76ാമത്തെ ചോദ്യം, എന്നാണ് ലോക മലിനീകരണ നിയന്ത്രണ ദിനം? ഡിസംബർ 2. 77ാമത്തെ ചോദ്യം, പ്രകൃതിയെ അനുസരിക്കാതെ ജീവിച്ചാൽ പ്രകൃതി നമുക്ക് മാപ്പ് തരില്ല എന്ന് പറഞ്ഞത് ആര്? എമേഴ്സൺ. 78ാമത്തെ ചോദ്യം, ലോകത്ത് എത്ര രാജ്യങ്ങളിൽ കണ്ടൽക്കാടുകൾ ഉണ്ട്? ഉത്തരം 118 രാജ്യങ്ങളിൽ. 79ാമത്തെ ചോദ്യം, കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള ഭൂഖണ്ഡം ഏത്? ആഫ്രിക്ക. 80ാമത്തെ ചോദ്യം, ഹരിത ചിന്തകൾ എന്ന പുസ്തകം രചിച്ചത് ആര്? MK പ്രസാദ്. 81ാമത്തെ ചോദ്യം, ആഗോള വ്യാപകമായി കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾക്ക് കാരണമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ കരുതുന്ന പ്രതിഭാസം ഏത്? ഉത്തരം എൽ നീനോ. 82ാമത്തെ ചോദ്യം, കേരളത്തിൽ എത്ര നദികളുണ്ട്? 44. 83ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? സൈലന്റ് വാലി. 84ാമത്തെ ചോദ്യം, സൈലന്റ് വാലി ബഫർ സോൺ ആയി പ്രഖ്യാപിച്ച വർഷം ഏത്? 2007. 85ാമത്തെ ചോദ്യം, സൂചിപ്പാറ വെള്ളച്ചാട്ടം എവിടെയാണ്? ഉത്തരം വയനാട്. 86ാമത്തെ ചോദ്യം, ലോകത്ത് ആദ്യമായി വന്യജീവി സങ്കേതം നിർമ്മിച്ച ഭരണാധികാരി ആര്? അശോക ചക്രവർത്തി. 87ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ഉത്തരം അഗസ്ത്യകൂടം. 88ാമത്തെ ചോദ്യം, കേരളത്തിൽ വരയാടിന്റെ സംരക്ഷണ സങ്കേതമായ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം. 89ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. 90ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം എവിടെയാണ്? കോന്നി. 91ാമത്തെ ചോദ്യം, ഗ്രീൻ പീസ് എന്ന സംഘടന സ്ഥാപിതമായ വർഷം ഏത്? 1971. 92ാമത്തെ ചോദ്യം, വാൽമീകി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബീഹാർ. 93ാമത്തെ ചോദ്യം, എന്താണ് ഡെൻഡ്രോളജി? ഉത്തരം വൃക്ഷങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ഡെൻഡ്രോളജി. 94ാമത്തെ ചോദ്യം, സമാധാനത്തിന്റെ വൃക്ഷം എന്ന വിശേഷണമുള്ള വൃക്ഷം ഏത്? ഉത്തരം ഒലിവുമരം. 95ാമത്തെ ചോദ്യം, കേരളത്തിൽ എത്ര ഇനത്തിൽപ്പെട്ട കണ്ടൽ ചെടികൾ കണ്ടെത്തിയിട്ടുണ്ട്? ഉത്തരം 14. 96ാമത്തെ ചോദ്യം, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡം ഏത്? ഏഷ്യ. 97ാമത്തെ ചോദ്യം, കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏത്? ഇന്തോനേഷ്യ. 98ാമത്തെ ചോദ്യം, എന്നാണ് ലോക പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വിരുദ്ധ ദിനം? ഉത്തരം ജൂലൈ 3. 99ാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ മലിനീകരണത്തെക്കുറിച്ച് തന്റെ ഏത് കൃതിയിലാണ് വിലപിക്കുന്നത്? ഉത്തരം ഓർമ്മയുടെ അറകൾ. 100ാമത്തെ ചോദ്യം, എൻഡോസൾഫാൻ ദുരന്തങ്ങളെ വിഷയമാക്കി അംബികാസുധൻ മാങ്ങാട് എഴുതിയ നോവൽ ഏത്? എൻമകജെ. ഇത് ഈ ചാനലിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഇട്ട വീഡിയോകളുടെ 6ാമത്തെ ഭാഗമാണ്. ബാക്കി 5 ഭാഗങ്ങളുടെ ലിങ്കും തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്കായി ക്വിസ് മാസ്റ്റേഴ്സ് എന്ന കമ്മ്യൂണിറ്റി തുടങ്ങുകയാണ് കുട്ടിമാഷ്. വെറും 59 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ധാരാളം ഓൺലൈൻ ക്വിസ് മത്സരങ്ങളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ.